കൊടുക്കുന്ന ഒരു മന്ത്രിയാണ് ഇന്ദിരാകുമാർ. അതിന് ഇങ്ങോട്ട് തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് താഴെ നിൽക്കുന്ന ആൾ മുകളിൽ നിൽക്കുന്ന ആൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് അടങ്ങി നിൽക്കുന്നതാണ്. അതിനെപ്പറ്റിയിട്ട് എല്ലാവരും കൊല്ലം ആണ്. ഞാനും പാർട്ടിയുടെ കൊല്ലമാണ്, മന്ത്രി കൊല്ലമാണ്. അങ്ങനെ ഇലക്ഷനും കൂടെ ആയതുകൊണ്ട് മന്ത്രി ഇവിടെയാണ്. ഇവിടെ വെച്ച് പ്രശ്ന സൗകര്യമായിട്ട് ജീവിക്കാണ്ട് അങ്ങനെ ഇവിടെ ചെയ്യുന്നത്. തീരുമാനിക്കാൻ ആദ്യം ഞാൻ മന്ത്രി പിന്തുടർന്ന് സ്വാഗതം. അടുത്തതായിട്ട് സിവിൽ അക്കാദമി സെക്രട്ടറി അജോത്തിൽ നിന്നാണ് ആറും തിരക്കുകളുണ്ടെങ്കിൽ അതിനെ മാറ്റിയിട്ടിട്ട് ഇവിടെ വരാൻ സമ്മതിച്ച് അത് ഞങ്ങൾക്ക് ഒരു അംഗീകാര കണക്കാണ്. ഇത് പറയാനുള്ള ദരിദ്രരാണ്. 9ാം ക്ലാസ്സിൽ ഞാൻ ദരിദ്രം ഒരു ബില്ലിങ്ങാണ് പഠിച്ചത്. അത് മുതൽ അറിയാം. ഇതിന് മുമ്പൊരു യൂട്യൂബിനെ ദരിദ്രനാണ് ചെയ്തത്. ദരിദ്രം തിരക്കുള്ളതാണ്. ശരിക്കറക്കാൻ ടീച്ചറാണ് അങ്ങനെ ഇടയ്ക്ക് വരാം സമ്മർ ശരിക്കാണ് ഞങ്ങളുടെ സ്വാഗതം പറയും. അടുത്തത് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ ബി.സി. നമ്മുടെ വേദിയിലുള്ള ചലച്ചിത്ര അക്കാദമിയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ അജയ് ചന്ദ്രൻ, പ്രിയങ്കരനായ ശ്രീ ബാബുരാജ് ജോർജ്, പ്രിയപ്പെട്ട ശ്രീ മധു, അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ട വ്യക്തികൾ, മാധ്യമ പ്രവർത്തകർ, വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ചടങ്ങിൽ. മധു എന്നെ ആദ്യമായി വിളിച്ചപ്പോൾ മധുവിനെ എനിക്ക് പരിചയമൊന്നുമില്ല. ഞാൻ ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഏജീസ് ഓഫീസിലാണ്, എന്താണ് പുസ്തകം എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഉള്ള ഒരു എന്ന് പറയുന്ന കാർട്ടൂൺ പുസ്തകം, ഇതുപോലെ ഉള്ള ഒരു എന്ന് പറയുന്ന കാർട്ടൂൺ പുസ്തകം അത് ഞങ്ങൾക്കൊന്ന് ഇതങ്ങനെ പുസ്തക പ്രകാശനം ഒന്ന് നടത്തണമെന്ന് പറഞ്ഞു. അപ്പം മധുവിനെ എനിക്കൊരു ഘട്ടത്തിൽ പരിചയമില്ല എന്നുള്ളതാണ്. എന്നാൽ അതിനോടൊപ്പം വരിയിലൂടെ എനിക്ക് തോന്നുന്നു കാർട്ടൂൺ കാണിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ബാബുരാജ്, നമ്മുടെ വകുപ്പിന്റെ ജോയിന്റ് ഡയറക്ടർ, അദ്ദേഹവും ഇതിനകത്ത് കമ്പനി ചേർന്നത് രണ്ടുപേരും കൂടി ചേർന്നാണ് ഈ പുസ്തക രൂപത്തിലാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നു അതിൽ നിന്നും വ്യത്യസ്തമായി സാധാ ഒരു പുസ്തക പ്രകാശനം, അതൊരു കവിതയല്ല, എന്നാൽ നോക്കുമ്പോൾ അതൊരു കാർട്ടൂണ്. നമുക്കറിയാം കാർട്ടൂണിന് വളരെ കുറച്ച് ആൾക്കാർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ്. അപ്പൊ ആ മേഖലയെ കുറിച്ചൊരു പുസ്തകം തന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. കാർട്ടൂണുകൾ കാണുന്നുണ്ട്, അത് പത്രമാധ്യമങ്ങൾ വരാറുണ്ട്, മറ്റു വാരികകൾ വരാറുണ്ട്. അതൊക്കെ നമ്മൾ എന്തെങ്കിലും ഒന്ന് നോക്കും. കാർട്ടൂണുകൾ ചിലപ്പോൾ മധുരയെ കുറിച്ചുള്ള കാർട്ടൂണുകളായിരിക്കും പത്രത്തിലൊക്കെ വരുന്നത്. അങ്ങനെ ഒരു കാർട്ടൂൺ വന്നതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. നമ്മുടെ വകുപ്പിൽ തന്നെയുള്ള ഒരു വലിയ വ്യക്തിയായതുകൊണ്ട് ആ രണ്ടു പേർക്കും എന്റെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ പുസ്തകത്തിന്റെ പ്രകാശനമാണ് നിങ്ങളുടെ എവിടെയും സാന്നിധ്യത്തിൽ നിർമ്മിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാടുള്ള
ഓക്കെ ഓക്കെ ആണോ? തുടർന്ന് ആദരണീയനായ ഈ ചടങ്ങിന്റെ അധ്യക്ഷത വഹിക്കുന്ന പോസ്റ്റർ പുസ്തകത്തിന്റെ ആശയവും വരയുമായി ഒന്നിച്ചു ചേർന്ന ശ്രീ എന്നാർ മധു ബാബുരാജ് സദസ്സ് നടത്തിയിട്ടുള്ളത് പുസ്തകത്തെക്കുറിച്ച് ഒരു സംക്ഷിപ്തം ബഹുമാനപ്പെട്ട മന്ത്രി ഇതിനോടകം തന്നെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ചെറിയ കൂട്ടായ്മയിലാണ് ഈ പുസ്തകം പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ ഇതുപോലുള്ള പല ചടങ്ങുകളും സംഭവിക്കുമ്പോൾ വളരെ കുറച്ച് ആളുകളുടെ ഒരു സാന്നിധ്യമാണ് ഉണ്ടാകാറുള്ളത്. അതിന്റെ ഒരു കൃത്യമായ ന്യായീകരണം ഈ പുസ്തകത്തിന്റെ മുൻകുറിപ്പായി ശ്രീ എന്നാർ മധു അദ്ദേഹം തന്നെ അത് രേഖപ്പെടുത്തിയിരുന്നു. കാരണം വൈഡായിട്ട് എക്സ്റ്റൻസീവായിട്ട് റീഡ് ചെയ്യപ്പെടുന്ന ഒരുപാട് എഴുത്തുകാരുണ്ടാവും. പക്ഷെ അങ്ങനെ അല്ലാതെ സർഗതനരായ ഒത്തിരി മനുഷ്യർ ഈ എഴുത്തിന്റെ വരയുടെ കലാ സാംസ്കാരിക രംഗത്ത് അവർ തുടരുന്നുണ്ട്. അപ്പൊ അവർക്ക് കിട്ടുന്ന വളരെ കുറച്ച് ആളുകൾ ഒരുപക്ഷെ അവരെ കാണുകയും വായിക്കുകയും ചെയ്യുന്നെങ്കിലും അങ്ങനെയുള്ള മനുഷ്യരിൽ നിന്ന് കിട്ടുന്ന അഭിനന്ദനങ്ങളാണ് അവർക്കുള്ള ഏറ്റവും വലിയ അംഗീകാരം. അങ്ങനെ നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന മഹാനായ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ഒരു ഇംഗ്ലീഷ് കവിത വായിച്ച് അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് കത്ത് അയച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് പക്ഷെ എത്ര എഴുത്തുകാർക്ക് അങ്ങനെ ഒരു അംഗീകാരം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള കവികളുടെ കത്തുകൾ വന്നിട്ടുണ്ട്. ഈ വരകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു ആശയത്തെ ഡോക്ടർ ബാബുരാജ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതിനകത്ത് ഈ ആശയങ്ങളിൽ കടന്നു പോകുമ്പോൾ സിനിമയുണ്ട്, സാഹിത്യമുണ്ട്, ഫിലോസഫിയുണ്ട്, നമ്മുടെ മനസ്സിൽ കടന്നു പോകുന്നുണ്ട്. ഇവിടെ മാഡം ഇവിടെ പറഞ്ഞ ബെഹനെ കുറിച്ച് പറഞ്ഞ പോലെ ബെഹനോട് അടുത്ത ജന്മത്തിൽ ആരാകണമെന്ന് ചോദിക്കുമ്പോൾ ഒരു സാഹിത്യ വിമർശനം നടത്തുന്ന ഒരു നിരൂപകൻ ആകണമെന്നാണ് ബെഹൻ പറയുന്നത്. അങ്ങനെ രസകരമായ ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഗഹനമായ ചിന്തകളിലേക്ക് നമ്മളെ ഇറക്കി വിടാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം കാർട്ടൂണുകൾ ഏറ്റവും അത് എല്ലാ കാലത്തെയും അതിജീവിച്ച് നിലനിൽക്കുന്ന ഒരു കലാരൂപമാണ് കാർട്ടൂൺ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഏപ്രിൽ 21 വരെ ലളിതകല അക്കാദമി സംഘടിപ്പിക്കുന്ന അബ്ദുൽ റഹ്മാന്റെ കാർട്ടൂൺ കൊച്ചിയിൽ നടക്കുകയാണ്. ദർബാർ ഹാൾ ഗാലറി അവിടെ പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായ പല കാലഘട്ടങ്ങളെ എങ്ങനെ കൺസൈസായി പ്രിസൈസായി ഒരു കോളത്തിനുള്ളിലേക്ക് ഈ മഹാന്മാരായ കാർട്ടൂണിസ്റ്റുകൾ ഒതുക്കിക്കൊണ്ട് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ശങ്കറിലൂടെ, അബ്ദുറഹ്മാനിലൂടെ, OVJ-യിലൂടെ അങ്ങനെ ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള കാർട്ടൂണിസ്റ്റുകൾ നമ്മുടെ മുമ്പേ നടന്നുപോയ അവരെ പിൻപറ്റിക്കൊണ്ട് ഇങ്ങനെ രണ്ട് മനുഷ്യർ ഒന്നിച്ചു ചേരുകയാണ്. അത് അഭിമാനകരമായ ഒരു കാര്യമാണ്. അവരുടെ വ്യത്യസ്തമായ മേഖലകളിൽ നിൽക്കുമ്പോൾ അവർ ചേർത്ത് പിടിക്കുന്ന സർഗാത്മകമായ ഒരിടത്തെ അവരൊരുമിച്ച് ഭാഗമാകാനും ബഹുമാനപ്പെട്ട മന്ത്രിയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. അവസാനിപ്പിക്കുന്നത് നന്ദി പറയുന്നതിന് മുമ്പ് രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ബുക്കിൻ്റെ ഐഡിയ മധുവിൻ്റെ ഒരു ബ്രെയിൻ ചൈൽഡാണ്. ഞാൻ വ്യക്തിപരമായി ഞാനൊരു പ്രൊഫഷണൽ കാർട്ടൂണിസ്റ്റല്ല, ഞാനൊരു ക്ലാസ് റൂം കാർട്ടൂണിസ്റ്റായിരുന്നു.
വളരെ അടുത്ത സുഹൃത്തുക്കളെ ടീച്ചറിനും കാരണത്തിനൊക്കെ അറിയാം. വ്യത്യസ്തമായ ക്ലാസ്സുകളിൽ അവരെ ചലിപ്പിക്കാനായി പടം വരച്ചാണ് ഞാൻ എൻ്റെ കാർട്ടൂൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുള്ള ഔദ്യോഗിക ജീവിതത്തിനിടയ്ക്ക് പാരലായിട്ട് വരെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങളുടെ ഒരു പ്രൈമറി ക്ലാസ് ഗെറ്റ് ടുഗദറാണ്. അതും ഞാൻ ഒരേ സ്കൂളിലാണ്. ഇവിടെ വെച്ചാണ് ഈ ഒരു ആശയം രൂപീകരിച്ച് ഞങ്ങളുടെ ഒരു പൊതു സുഹൃത്തായ ഒരു മുരളീധരൻ, മണി ശ്രീ മുരളീധരൻ, അദ്ദേഹമാണ് ഞങ്ങളെ അത് കൂട്ടിയാണ്. പിന്നെ ഇതിൽ പുതുമയുള്ള രണ്ട് ക്യാരക്ടർ ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഇങ്ങനെ രണ്ട് കഥാപാത്രങ്ങളെ ചിന്തിച്ചിട്ടില്ല. പല കഥാപാത്രങ്ങൾ എൻ്റെ ഒരു കഥാപാത്രം ഫേസ്ബുക്കിൽ വരും, കോമൺ ആണ്. ഇങ്ങനെ ഒരു വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ കുറിച്ച് അത് പറഞ്ഞപ്പോൾ അതൊരു ചലഞ്ചായിരുന്നു. മാത്രമല്ല ഞാൻ റിട്ടയർഡ് ആണ്, കുറച്ചുകൂടെ സമയം അങ്ങനെയാണ് ഇതിലേക്ക് കമ്മിറ്റ് ചെയ്തത്. അതിൻ്റെ ആശയമാണ് ഇത് കഴിഞ്ഞു. മറ്റൊരു സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. ഈ മന്ത്രിയിൽ നിന്ന് ഉപയോഗിക്കുന്നതിനൊക്കെ വളരെ നല്ല അഭിപ്രായം എടുത്തിട്ട് വളരെ എൻ്റെ കത്തിലേക്ക് പ്രകാശനം വന്നെത്തി.